മക്കളെ ഐസ്ക്രീം ഒന്നും വാങ്ങണ്ട, അത് നമ്മൾ പോരുന്ന പോക്കിൽ അങ്ങോട്ട് വാങ്ങാം. ഇവിടുത്തെ കടലിലത്തെ വെള്ളവും പൂയും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഐസ്ക്രീം ആയിരിക്കും ഇവിടുന്ന് ഇപ്പം വാങ്ങണ്ട. എനിക്കൊന്നും അറിയത്തില്ല. ആർക്കടി അസൂയ? നിന്നെ ഒറ്റവാക്കാണോ അസൂയ? ഒരു ഐസ്ക്രീമിന്റെ കാര്യത്തിൽ നീ ഇങ്ങനെ തല്ലുണ്ടാക്കണ്ട, ഞാൻ വാങ്ങിത്തരാം പോരെ. എത്ര പറഞ്ഞാലും ഈ സ്റ്റുപ്പിഡ് ഫെലോസ് കേൾക്കത്തില്ല. ഹലോ കുട്ടികളെ. ഹായ് ആന്റി. നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? കുട്ടികളാരും വന്നില്ലേ? ദേ ആന്റി, അച്ഛൻ വരുന്നു. മക്കളെ ഐസ്ക്രീം കിട്ടിയില്ല, പോരുന്ന പോക്കിൽ നമുക്ക് വാങ്ങാം. പുതിയൊരു ആന്റി, ഞാനേ ഈ ആന്റിയെ പരിചയപ്പെടുത്തി തരാം അച്ഛന്. നിങ്ങളോ? ഓ, അപ്പൊ നീയും ഈ കേരളത്തിൽ തന്നെ ചൊറിയും കുത്തിരിക്കുന്നുണ്ടല്ലേ? അച്ഛാ, ഇതാരാ? ഓഹോ, കുട്ടിക്ക് തന്നെ മനസ്സിലായില്ല. തന്നെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്തേനി തന്റെ ഉദ്ദേശം? എന്റെ പിള്ളേരാണോ ഇത്? ഓ, കുഴി നനയില്ലാന്ന് തോന്നുന്നു. കൊച്ചു കാന്താരി, ചെറിയവായില് വലിയ വർത്താനാണല്ലോ. എങ്ങോട്ടേക്ക് കയറി പോണത് നീ? കൊച്ചു പിള്ളേർ വലിയ മൂത്തോര് സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കരുത്, പറഞ്ഞേക്കാം. ഇവിടെ വായ കൂട്ടിയിരിക്കടി. നീ വന്ന നേരം തന്നെ കൊച്ചുങ്ങളെ മേത്തൊക്കെ നെട്ടിട്ട് കയറാണല്ലോ. എന്നാ നിന്റെ വിചാരം? എങ്ങോട്ട് നിങ്ങളെ കൊച്ച്? ഞാനും കൂടെ പ്രസവിച്ചതായി കുട്ടികളെ. എനിക്കൂടി ഈ കുട്ടികളെ അവകാശമുണ്ട്. നേരം അങ്ങനൊന്നും ഇല്ലായിരുന്നല്ലോ. ഓഹോ, അപ്പൊ പിള്ളേർക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. ആ നിൽക്കുന്ന തടിയനെ മനസ്സിലായി കാണും. എനിക്ക് നിങ്ങൾ ആരാണെന്ന് കൂടി മനസ്സിലായിട്ടില്ല. അപ്പോഴാ നിങ്ങളുടെ തള്ളയാണ് ഞാൻ. നിക്ക്, ഞാൻ പറഞ്ഞോളാം. മാറി നിക്ക്. പണ്ട് കോളേജ് പഠിക്കുമ്പോൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഇയാൾ എന്നെ നല്ല നോട്ടായിരുന്നു ബെഞ്ചിലിരുന്ന്. ഞാൻ ആ നോട്ടത്തിൽ അങ്ങ് വീണു. പിന്നെ ഇയാളെന്ത് ചെയ്തു? ഇയാളെ ഞാനങ്ങ് കെട്ടി. പിന്നെ നിന്നെ പ്രസവിച്ചാൽ ഇയാളൊക്കെ എന്നെ വേണ്ടാതീന്ന് പറയായിരുന്നു. ഞാനങ്ങ് നിങ്ങളെ കിട്ടങ്ങ് പോന്നു. അപ്പം ഇയാൾ നിങ്ങളെ നല്ലോണം നോക്കുന്നുണ്ടല്ലേ? പോവുക. ഇനി കാണാൻ പറ്റുവാണെങ്കിൽ കാണാം. നോക്കിക്കുന്ന ബാ പോവാ. അമ്മ, നിങ്ങളെന്താ വിളിച്ചത്? എന്നെ അമ്മേനു. ഇത് കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായത്. ഇത്രയും കാലം അമ്മയില്ലെന്നല്ലേ നിങ്ങൾ വിചാരിച്ചേ? അത് പോണം. ഇനിയും മുന്നോട്ടുള്ള ജീവിതം അങ്ങനെ തന്നെ മതി. ഞാൻ പോവുക. ബൈ ആൻഡ് ഗുഡ് ബൈ. നമ്മൾ ഡാഡി വേഴ്സസ് ചിൽഡ്രൻസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡായിരുന്നു ഇത്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായി. അപ്പം ഇനി മുന്നോട്ട് സീരീസ് ഇറക്കണമെന്നുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് തുടരാൻ പറ്റത്തുള്ളൂ. അപ്പം ഡാഡി വേഴ്സസ് ചിൽഡ്രൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇത് നമ്മൾ പുതിയൊരു സീരീസായി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാം.